ഹലോ ഗൈസ്, നെല്ലി ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. ഞാനിന്ന് കാണിക്കുന്ന വീഡിയോ ഓർക്കിഡിൻ്റെ തണ്ടുകൾ വെച്ച് നമുക്ക് എങ്ങനെ തൈ പിടിപ്പിച്ചെടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതിപ്പോൾ ചാണകപ്പൊടിയും ഇത് ചാണകപ്പൊടിയും വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ കൊച്ചു കുട്ടികൾ സൈക്കിളിൽ പോകുന്ന സൗണ്ട് കേൾക്കും. ചാണകപ്പൊടിയും ചകിരിച്ചോറുമാണ് കേട്ടോ. അത് ചാണകപ്പൊടിയും ചകിരിച്ചോറും നനച്ച് വെച്ചതിന് ശേഷം നമ്മൾ ഓർക്കിഡിൻ്റെ തണ്ടുകൾ മുറിച്ചെടുത്ത് നമ്മൾ അതിലോട്ടങ്ങ് വെച്ചാൽ മതി കേട്ടോ. കണ്ടോ, ചാണകപ്പൊടിയും ചകിരിച്ചോറുമാണ് കേട്ടോ. അതിൽ ഈ ഓർക്കിഡിൻ്റെ തണ്ടുകൾ ഞാനിങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ തന്നെ ഇപ്പോൾ ഒന്ന് മുള വന്നിട്ടുണ്ട്. കണ്ടോ, ഒരു വെട്ടം കുറവാണ്. കണ്ടോ, നല്ല രീതിയിൽ മുള വന്നിട്ടുണ്ട്. അടുത്തത് വേറെ ഒന്ന്. ഇത് നമ്മൾ ചകിരിച്ചോറും ചാണകപ്പൊടി നനച്ച് വെച്ചതിന് ശേഷം അത് ഉണങ്ങുന്ന സമയത്ത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുളച്ചതൊക്കെ അടുത്തടുത്തായിട്ട് വെക്കാം. ഇവിടെ ഒരെണ്ണമുണ്ട്, ഇവിടെ ഒന്നുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ ഇപ്പം 1 2 3 4 5 തൈ മുള വന്നിട്ടുണ്ട് കേട്ടോ. പല രീതിയിൽ നമുക്ക് ഓർക്കിഡിൻ്റെ തൈകൾ മുളപ്പിച്ചെടുക്കുന്നത് ഓരോ വീഡിയോകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ സാധാരണ ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ മുളപ്പിച്ച് നല്ല വലിയ തൈകളായിട്ട് വന്ന് അതിനെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് കാണിച്ചു തരാം. ഇത് ഞാൻ ഇത് വെളിയിൽ വെച്ച് കഴിഞ്ഞാൽ ഒച്ച് വന്ന് തിന്നും കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇതിനെടുത്ത് വീട്ടിനകത്താണ് വെച്ചിരിക്കുന്നത്. കാണിച്ചു തരാം, ഓരോന്നതെടുത്ത് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതിൽ ഒരുപാട് വേരുണ്ട് കേട്ടോ. അത് കണ്ടോ, ഒത്തിരി വേരുകൾ വന്നിട്ടുണ്ട് ഇതിൽ. ഇതുണ്ടോ. അപ്പോൾ ഈ ഒച്ചിന് ഇഷ്ടപ്പെട്ട ആഹാരം എന്ന് പറഞ്ഞാൽ ഓർക്കിഡാണ്. അപ്പോൾ ഇത് ഞാൻ വെളിയിൽ വെച്ച് കഴിഞ്ഞാൽ ഒച്ച് വന്ന് കടിച്ചു തിന്നും. അതുകൊണ്ട് ഞാൻ ഈ ഇല നല്ല വലുതായിട്ട് വരുമ്പോൾ തന്നെ ഞാൻ അതിനെ സുരക്ഷിതമായിട്ട് വീട്ടിനകത്ത് എടുത്ത് വെക്കും കേട്ടോ. അപ്പോൾ വേരെല്ലാം വന്നതിന് ശേഷം നമുക്ക് ഏതെങ്കിലും മരത്തിൽ, മാവിലോ മുരിങ്ങയിലോ പേരയിലോ ഒക്കെ ഇങ്ങനെ വേരോടെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കെട്ടിവെക്കും. വേരൊടിയാതെ കെട്ടി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഈ വേര് പെട്ടെന്ന് മുരിങ്ങയിലാണെങ്കിലും മാവിലാണെങ്കിലും പേരയിലാണെങ്കിലും ഇത് പെട്ടെന്ന് വേര് പിടിച്ചോളും. അപ്പോൾ ഈ ഓർക്കിഡ് നല്ല രീതിയിൽ വളർന്ന് കിട്ടും കേട്ടോ നമുക്ക്. ഇത് കണ്ടോ. അപ്പോൾ എനിക്ക് കുറേ തൈകൾ വളർന്ന് കിട്ടി. കാരണം ഭയങ്കര സന്തോഷമുണ്ട് ഈ തണ്ടിൽ നിന്ന്. അത് വിചാരിച്ചത് ഓടിക്കുന്നു. കാരണം ഇത്രയും തൈകൾ എനിക്കിപ്പോൾ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം. ഇതിൽ 2 പേര് വന്നിട്ടുണ്ട് കേട്ടോ.
പിന്നെ ഒരു സങ്കടമുള്ള കാര്യമാണ് ഇതിൽ നല്ല വലിയ ഒരു തൈയായിരുന്നു കേട്ടോ. ഒച്ച കടിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഒച്ച കടിച്ച് തിന്നിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ചുവട്ടിലൊരു തൈ മുളച്ച് വരുന്നുണ്ട്. കേട്ടോ. അതുകൊണ്ട് ഇതിലൊന്ന് അങ്ങനെ വേര് വന്ന് അങ്ങനെ തൈ അങ്ങനെ ചെറുതായിട്ട് വരുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഇത്രയും കണ്ടോ. ഇതിലാണ് ഏറ്റവും കൂടുതൽ വേര് വന്നിട്ടുള്ള ഈ തൈയിലാട്ടോ. ഒരുപാട് വേരുണ്ട് ഇതിൽ. പക്ഷേ ഈ ചെടിയിൽ നോക്കി ഇത്രയും വലുതായിട്ട് വന്നിട്ടും അതിൽ ഒരു വേരിങ്ങനെ കുഞ്ഞു വേരിങ്ങനെ വരുന്നതേ ഉള്ളൂ. ഇതാ കാണാൻ പറ്റും നിങ്ങൾക്ക്. കണ്ടോ, എന്നാൽ ഇതിൽ ഉള്ളതിൽ ഏറ്റവും വലിയ തൈയാണ്. പക്ഷേ അതിൽ വേര് വരുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് എത്ര ഓർക്കിഡിൻ്റെ തൈ എനിക്ക് എത്ര എണ്ണം കിട്ടിയെന്നറിയാം? 1 2 3 4 5 6 7 8. ഇപ്പോൾ ഇവിടെ തന്നെ 3 5 ഇവിടെ 5 എണ്ണം ഉണ്ട് കേട്ടോ. ഇനി ഇരിക്കുന്ന ചെടികളൊക്കെ പെട്ടെന്ന് മുളയ്ക്കും കേട്ടോ തൈ. ഞാനത് ചെറുതായിട്ടൊന്ന് മുറിച്ച് വയ്ക്കാതെ വലിയ തണ്ടോടെ തന്നെ വെച്ചിട്ടുണ്ട്. കാരണം ചിലപ്പോൾ ഉണങ്ങിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു, അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ഉണങ്ങില്ലല്ലോ, പെട്ടെന്ന് തൈയും പിടിക്കുമല്ലോ എന്ന് വിചാരിച്ചു. അതൊക്കെ എല്ലാം കൂടെ എടുത്ത് വയ്ക്കാം. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇതാണ് കേട്ടോ. ഓർക്കിഡിൻ്റെ തൈകൾ പിടിപ്പിച്ചെടുക്കുന്നത് രീതികൾ. ചില ആൾക്കാർ നമ്മുടെ ഈ ചൂടിക്കയറിൽ ഇങ്ങനെ ചുറ്റി കെട്ടിയിട്ട് ഇങ്ങനെ അവർ തൂക്കിയിട്ടിരിക്കുന്ന കണ്ടിട്ടുണ്ട് ഞാൻ. പക്ഷെ അതും പെട്ടെന്ന് അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്, അത് അവരുടെ ഓരോ രീതി. പക്ഷെ അതിൽ പെട്ടെന്ന് അതിലും ഇതുപോലെ പിടിച്ച് കിട്ടുന്നുണ്ട് കേട്ടോ പെട്ടെന്ന്. നമ്മൾ ആദ്യമായിട്ട് ഓർക്കിഡിൻ്റെ തൈകൾ പിടിപ്പിച്ചെടുക്കുന്നത് രീതി ഇങ്ങനെയാണല്ലോ ആദ്യം എല്ലാവരും പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോ ആൾക്കാർ ഓരോ രീതികളിൽ മാറി അങ്ങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ എൻ്റെ ഓർക്കിഡിൻ്റെ തൈകൾ എനിക്ക് പിടിച്ച് കിട്ടിയ ഓർക്കിഡിൻ്റെ തൈകളാണ് കേട്ടോ. തണ്ടിൽ നിന്ന് പിടിച്ച് കിട്ടിയ ഓർക്കിഡിൻ്റെ തൈകൾ. കണ്ടോ, ഇതിൻ്റെ തൈ ഒച്ച കടിച്ചായിരുന്നു കേട്ടോ. ഇതിൻ്റെ തൈ അതിൽ നിന്ന് വീണ്ടും വേറെ ഒരു തൈ പിടിച്ച് വരുന്നുണ്ട്. ഇനി ഇത് കുറച്ചുകൂടെ വലുതായി വരുന്നത് വരെ ഇതിന് സൂക്ഷിക്കണം കേട്ടോ നമ്മൾ. ചിലത് ഉണങ്ങിപ്പോകാൻ ചാൻസ് ഉണ്ട്, ചിലത് നമുക്ക് കിട്ടും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കിന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സഹായിക്കൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു.